ഏകദേശം 12 കോടിയുടെ ഒരു കാറാണ് ഈ ലാംബോർഗിനി. പക്ഷെ എന്താ പറയാനാ, എടുത്തിട്ട് 2 ദിവസം ആകുന്നതിന് മുമ്പ് തന്നെ ഒരു സ്കോർപിയോയുടെ പുറകിൽ ചെന്ന് ഇടിച്ചു. ഞെട്ടിപ്പോയ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇടിച്ചു കഴിഞ്ഞിട്ട് ലാംബോർഗിനി മൊത്തത്തിൽ തകർന്നിരിക്കുകയാണ്. അതിൻ്റെ ടയറൊക്കെ ഊരിത്തെറിച്ചിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഒരു സേഫ്റ്റി ഫീച്ചേഴ്സ് ഈ ലാംബോർഗിനിക്ക് ഉള്ളോ? ഏകദേശം 12 കോടിയാണ് ചിലവാക്കിയിരിക്കുന്നത്. ജോൺ ആലുക്ക എന്ന് പറയുന്ന പ്രശസ്തമായ ആലുക്ക ഗ്രൂപ്പിൻ്റെ മകൻ തന്നെയാണ് ഈ ഒരു വിലയേറിയ കാറ് സ്വന്തമാക്കിയത്. പക്ഷെ ഞാൻ ചിന്തിച്ചൊരു കാര്യം, ഇത്രയൊക്കെ കോടികൾ കൊടുത്ത് വാങ്ങിയിട്ടും ഒരു സ്കോർപിയോയുടെ ബാക്കിൽ ചെന്ന് ഇടിച്ചാൽ ഇത്ര രീതിയിലുള്ള അപകടം സംഭവിക്കുമോ ലാംബോർഗിനിക്ക്? അദ്ദേഹം പറയുന്നുണ്ട്, അതെ, ഇനി മോർണിംഗ് എന്ന് പറയുന്നത് V12 എൻജിൻ്റെ ഹമ്മിങ് ഒക്കെ കേട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന വീക്കെൻഡ്സാണ്. റോഡിൽ അധികം ആൾക്കാരില്ലാത്ത സമയത്ത് എൻജോയ് ചെയ്യാനായിട്ട് പോകുകയാണ് എന്ന് പറഞ്ഞ് കാർ എടുത്ത് പോകുന്ന വീഡിയോ വരെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു 2 ദിവസം കണ്ടേ ആയിട്ടുള്ളൂ ഈ കാറ് കിട്ടിയിട്ട്. ഇതിന് ഒരു രജിസ്ട്രേഷൻ പോലും നമ്പർ പോലും കിട്ടാത്തൊരു കാറാണ്. എന്തായാലും ദൗർഭാഗ്യകരമായി പോയി. ഇത്രയും അടിപൊളിയായിട്ടൊരു കാർ 2 ദിവസത്തിനുള്ളിൽ തന്നെ ഒരു ആക്സിഡൻ്റ് ആയതിൽ തീർച്ചയായിട്ടും ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു വാർത്തയായിപ്പോയി. സ്കോർപിയോയുടെ ബാക്കിൽ ചെന്നിട്ട് ലാംബോർഗിനി ഇടിക്കുകയാണ് ചെയ്തത്. പക്ഷേ സ്കോർപിയോയിൽ സഞ്ചരിച്ച ആൾക്കാർക്കൊന്നും അധികം പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടായിട്ടില്ല. മൊത്തത്തിൽ സ്കോർപിയോ മറിയുകയുണ്ടായി. എന്നിരുന്നാലും വലിയ പരിക്കുകളൊന്നും ഇല്ലാതെ അതിൽ സഞ്ചരിച്ചിരുന്ന കുടുംബം രക്ഷപ്പെട്ടു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. അതെന്തായാലും നല്ലൊരു ന്യൂസ് തന്നെയാണ്. കാരണം ലാംബോർഗിനി പോലെയുള്ള കാറുകളൊക്കെ വളരെ സ്പീഡിൽ ഓടിക്കാൻ പറ്റുന്ന കാറുകളാണല്ലോ. അപ്പം അത്തരത്തിലുള്ളൊരു സ്പീഡ് എടുത്താൽ തീർച്ചയായിട്ടും അത് ചെന്നൊരു വേറെ വാഹനത്തെ ഇടിക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇത് അധികം അങ്ങനെ സംഭവിച്ചിട്ടില്ല. കാറിനാണ്, ലാംബോർഗിനിക്കാണ് പണി മുഴുവനും കിട്ടിയിരിക്കുന്നത്. ഒരു പുതിയ കാർ എടുത്ത ഉടനെ തന്നെ ഇങ്ങനെ ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടാകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദുഃഖകരമായ സംഭവമാണ്. മാത്രമല്ല, ഇവിടെ ഒരു സന്തോഷകരമായ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇതിൽ ഉൾപ്പെട്ട ആളുകൾക്ക് ആക്സിഡൻറ്റിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായില്ല എന്നതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം. എന്തായാലും വാഹനം ഓടിക്കുന്നവർ വളരെ ശ്രദ്ധിച്ച് വാഹനം ഓടിക്കുക.